എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൺമുഖൻ MS, മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറാണ്. SYEEE AC മെഷീൻ ലാബ് 1-ലെ 5ാമത്തെ എക്സ്പെരിമെൻ്റായ ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം ഒന്ന് നോക്കാം. ടു കണ്ടക്ട് OC ആൻഡ് SC ടെസ്റ്റ് ഓൺ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ടു ഡിറ്റർമിൻ വാല്യൂസ് ഓഫ് ഇക്വലൻ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആൻഡ് ടു ഡ്രോ ഇക്വലൻ്റ് സർക്യൂട്ട്സ് റെഫേർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. നമ്മൾ 230 വോൾട്ട് ബാർ 115 വോൾട്ട് 3 kVA ട്രാൻസ്ഫോർമറിലാണ് SCOC ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മളുടെ പാരാമീറ്റേഴ്സ് കണ്ടെത്തുന്നത്. നമുക്ക് OC ടെസ്റ്റിൻ്റെ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം. 230 ബാർ 115 വോൾട്ട് 3 kVA ട്രാൻസ്ഫോർമറാണ് നമ്മൾ ഈ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 115 വോൾട്ട് സൈഡിലാണ് നമ്മൾ മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി 0 to 270 വോൾട്ടിൻ്റെ ഒരു ഓട്ടോ ട്രാൻസ്ഫോർമർ വേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ വോൾട്ട് മീറ്റർ നോക്കുമ്പോൾ 0 to 150 വോൾട്ടിൻ്റെ മൂവിങ് അയൺ വോൾട്ട് മീറ്റർ വേണം. നോ ലോഡ് കറണ്ട് വളരെ കുറവായതുകൊണ്ട് 0 to 2 ആംപിയർ അല്ലെങ്കിൽ 0 to 5 ആംപിയർ മൂവിങ് അയൺ അമ്മീറ്റർ നമുക്ക് ഉപയോഗിക്കാം. നോ ലോഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഒരു LPF വാട്ട് മീറ്ററാണ് വേണ്ടത്. 150 വോൾട്ട് 5 ആംപിയർ LPF വാട്ട് മീറ്റർ നമ്മൾ ഇതിൻ്റെ പ്രൈമറിയിൽ കണക്ട് ചെയ്യുന്നു. ഈ വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നോ ലോഡ് വോൾട്ടേജ്, നോ ലോഡ് കറണ്ട്, നോ ലോഡ് പവർ എന്നിവയാണ്. നോ ലോഡ് പവർ എന്നാൽ നമ്മളിവിടെ നോ ലോഡ് കോപ്പർ ലോസ് വരുന്നുണ്ട്, അതുകൂടാതെ കോർ ലോസും വരുന്നുണ്ട്. കറണ്ട് റേറ്റിംഗ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ നോ ലോഡ് കോപ്പർ ലോസ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന റീഡിങ് നമ്മൾ ട്രാൻസ്ഫോർമറിൻ്റെ കോർ ലോസായി കൺസിഡർ ചെയ്യുന്നു. SC ടെസ്റ്റിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. 230 ബാർ 115 വോൾട്ട് ട്രാൻസ്ഫോർമറാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. 230 വോൾട്ട് സൈഡ് നമ്മൾ പ്രൈമറിയിൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ആ സൈഡിലാണ് മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡായ 115 വോൾട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. 230 വോൾട്ട് സൈഡിലേക്ക് നമ്മൾ റേറ്റഡ് കറണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 3 kVA ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ റേറ്റഡ് കറണ്ട് 13.04 ആംപിയർ വരും. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ ഉപയോഗിക്കുന്ന അമ്മീറ്റർ 0 to 20 ആംപിയർ ഉപയോഗിക്കണം. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആയതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് വളരെ കുറവ് മതിയാവും. 0 to 50 ഓർ 0 to 75 വോൾട്ട് മൂവിങ് അയൺ വോൾട്ട് മീറ്റർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് 0 to 20 ആംപിയർ UPF വാട്ട് മീറ്റർ ഉപയോഗിക്കാം. 75 വോൾട്ട് റേറ്റിംഗ് മതിയാവും. ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നതിന് 0 to 270 വോൾട്ട് 20 ആംപിയർ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ഈ വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുന്ന റീഡിങ്സ് നമുക്ക് നോക്കാം. അമ്മീറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലഭ്യമാകും. അതിന് ആനുപാതികമായ അപ്ലൈഡ് വോൾട്ടേജാണ് വോൾട്ട് മീറ്ററിൽ ലഭിക്കുന്നത്, അതായത് ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്. വാട്ട് മീറ്ററിൽ നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസും കോർ ലോസും ലഭ്യമാകുന്നു. കോർ ലോസ് കോപ്പർ ലോസിനെ അപേക്ഷിച്ച് വളരെ ലോ വാല്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോർമറാണിത്. പ്രൈമറി 230 വോൾട്ട്, സെക്കൻഡറി 115 വോൾട്ട് 30 ആംപിയർ, അതായത് 3 kVA ട്രാൻസ്ഫോർമറാണ്. ഇത് നമ്മൾ OC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ 0 to 115 വോൾട്ട് സൈഡിൽ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നു. 230 വോൾട്ട് സൈഡ് ഓപ്പൺ ആക്കി വയ്ക്കുന്നു. അതനുസരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാണ് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോമർ ഗ്രാജുവലായി വേരി ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ ഇൻപുട്ട് സപ്ലൈ റേറ്റിംഗ് ആയ 115 വോൾട്ട് സെറ്റ് ചെയ്യാം. സപ്ലൈ വോൾട്ടേജ് 115. അപ്പോൾ ഒബ്സർവ് ചെയ്ത നോ ലോഡ് കറണ്ട് 0.63 ആംപിയർ, നോ ലോഡ് പവർ 53.14 വാട്ട്സ്. റീഡിംഗ് എടുത്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ വീണ്ടും മിനിമത്തിലേക്ക് ആക്കുക. അതിനുശേഷം സപ്ലൈ ഓഫ് ചെയ്യാം. അടുത്ത് നമുക്ക് SC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോർമറിൻ്റെ 230 വോൾട്ട് സൈഡിലാണ് നമ്മൾ മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. 115 വോൾട്ട് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം.
ട്രാൻസ്ഫോർമറിൻ്റെ റേറ്റഡ് കറണ്ട് 3 kVA ട്രാൻസ്ഫോർമറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് 13.04 ആംപിയർ ആണ്. ആ റേറ്റഡ് കറണ്ട് നമ്മൾ പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുക. റേറ്റഡ് കറണ്ട് ആയിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് 13.04 ആവാനായിട്ട് നമ്മൾ 10.5 വോൾട്ട് അപ്ലൈഡ് EMF കൊടുത്തു. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാട്ട് മീറ്റർ റീഡിംഗ് 60 വാട്ട്സ്. MF നമുക്ക് നോക്കണം. വാട്ട് മീറ്റർ 20 ആംപിയർ 75 വോൾട്ട് റേറ്റിങ്ങിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് MF വരുന്നത് 2 ആണ്. അപ്പോൾ ആക്ച്വൽ റീഡിംഗ് 60 × 120 വാട്ട്സ് ആണ്. റീഡിംഗ് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാക്കുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. OC/SC ടെസ്റ്റിലെ ഒബ്സർവേഷൻസ് നമുക്കറിയാം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOC 115, കറണ്ട് IOC 0.63 ആംപിയർ, പവർ WOC 53.14 വാട്ട്സ്. SC ടെസ്റ്റിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് VSC 10.5 വോൾട്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC 13.04 ആംപിയർ, ഷോർട്ട് സർക്യൂട്ട് പവർ WSC 120 വാട്ട്സ്. നമുക്ക് എയിം അനുസരിച്ച് ഇക്വലൻ്റ് സർക്യൂട്ട് റെഫേർഡ് ടു പ്രൈമറിയും സെക്കൻഡറിയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തന്നെ പ്രൈമറിയിലെ ഇക്വലൻ്റ് സർക്യൂട്ട് എങ്ങനെ ഫോം ചെയ്യാമെന്ന് നോക്കാം. പ്രൈമറി അതായത് ഹൈ വോൾട്ടേജ് സൈഡ് 230 വോൾട്ടാണ് നമ്മളുടെ ട്രാൻസ്ഫോർമറിൻ്റെ. അതനുസരിച്ച് നമുക്ക് OC ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് തുടങ്ങണം. OC ടെസ്റ്റ് VOC = 115 വോൾട്ട്, നോ ലോഡ് കറണ്ട് 0.63 ആംപിയർ, നോ ലോഡ് പവർ 53.14 വാട്ട്സ്. ആ OC ടെസ്റ്റിൽ കിട്ടുന്ന കറണ്ടിനെ നമ്മൾ 115 വോൾട്ട് സൈഡിലാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അതിനെ നമ്മൾ 230 വോൾട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ K × IOC ആണ് 230 വോൾട്ട് സൈഡിലെ കറണ്ട്. K is the transformation ratio V2/V1, that is 115 divided by 230 is equal to 0.5. Therefore 0.5 into നോ ലോഡ് കറണ്ട് 0.63 is equal to 0.315 ആണ് 230 വോൾട്ട് സൈഡിലെ നോ ലോഡ് കറണ്ട്. V1 IOC cos phi SC ആണ് നമ്മളുടെ നോ ലോഡ് പവർ, അതായത് 53.14 വാട്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ കോർ ലോസ്. അതിൽ നിന്ന് നമുക്ക് cos phi SC കണ്ടുപിടിക്കാം. നോ ലോഡ് പവർ ഡിവൈഡ് ബൈ V1 IOC, അതായത് 53.14 ഡിവൈഡ് ബൈ 230 ഇൻറ്റു 0.315 is equal to 0.7335 കിട്ടും. അതിനകത്ത് നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ 5OC is equal to cos ഇൻവേഴ്സ് 0.7335 is equal to 42.82 ഡിഗ്രി. അതിൽ നിന്ന് നമുക്ക് സൈൻ 5OC കണ്ടുപിടിക്കാം. സൈൻ 42.82 is equal to 0.6797 കിട്ടും. ഇനി നമുക്ക് വർക്കിംഗ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് IW is equal to IOC cos 5OC, that is equal to 0.315 into 0.7335 is equal to 0.2311 ആംപിയർ എന്ന് കിട്ടും. അതുപോലെ മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് IMU is equal to IOC sin 5OC, that is 0.315 into 0.6797 is equal to 0.2141 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. R0 is equal to V1/IW, that is 230 divided by 0.2311 is equal to 995.24 ohms. X0 is equal to V1/IMU is equal to 230 divided by 0.2141 is equal to 1074.26 ohms. നമ്മൾ SC ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് 230 വോൾട്ട് സൈഡിലാണ്. 115 വോൾട്ട് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. VSC is equal to 10.5 വോൾട്ട്, ISC is equal to 13.04 ആംപിയർ ആൻഡ് WSC is equal to 120 വാട്ട്സ്. നമുക്കറിയാം VSC ISC cos 5SC is equal to 120 വാട്ട്സ്, അതായത് കോപ്പർ ലോസ് എന്ന് നമുക്കറിയാം. അതിനെ നമുക്ക് I²R ലോസസ് എന്ന് നമ്മൾ പറയാറുണ്ട്. Therefore R01 is equal to WSC divided by ISC square, that is 120 divided by 13.04 square is equal to 0.7057 ohms. Z01 is equal to VSC/ISC is equal to 10.5 divided by 13.04 is equal to 0.8052 ohms. Therefore X01 is equal to square root of Z01 square minus R01 square, that is equal to 0.8052 സ്ക്വയർ മൈനസ് 0.7057 സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.38
0.77 ഓംസ് നമുക്ക് കിട്ടും. നമുക്ക് ഇക്വലൻ്റ് സർക്യൂട്ട് റഫേർഡ് ടു ഹൈ വോൾട്ടേജ് സൈഡ്, അതായത് 230 വോൾട്ട് സൈഡിലേക്കാണ് നമുക്ക് റഫർ ചെയ്ത് എല്ലാ പാരാമീറ്റേഴ്സും എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്: R0, X0, R01, X01 അത്രയും കമ്പോണൻസ് നമ്മൾ വരയ്ക്കണം. അതുകൂടാതെ കറണ്ട്, വോൾട്ടേജ് എല്ലാം മാർക്ക് ചെയ്യണം. നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യുക. V1 = 230, നോ ലോഡ് കറണ്ട് 0.315 ആംപിയർ, വർക്കിംഗ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് 0.2311 ആംപിയർ, മാഗ്നറ്റൈസിംഗ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് 0.2141, R0 995.24 ഓംസ്, X0 1074.26 ഓംസ്. അതുപോലെ തന്നെ R01 0.7057 ഓംസ്, X01 0.3877 ഓംസ്, Z01 0.8052. V2' ആണ് ഔട്ട്പുട്ട് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡറിയിലെ ലോഡ് പ്രൈമറിയിലേക്ക് അസ്യൂം ചെയ്യുമ്പോൾ ZL' എഴുതണം, അതായത് ലോഡ് ഇമ്പിഡൻസ്. അത് ലോഡ് ഇമ്പിഡൻസ് /K² ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇക്വലൻ്റ് സർക്യൂട്ട് റഫേർഡ് ടു സെക്കൻഡറി, ദാറ്റ് ഈസ് ലോ വോൾട്ടേജ് സൈഡ്, അതായത് നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ 115 വോൾട്ട് സൈഡിൽ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമുക്ക് OC ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. VOC 115 വോൾട്ട്, IOC 0.63 ആംപിയർ, ദാറ്റ് ഈസ് നോ ലോഡ് പവർ 53.14 വാട്ട്സ്. അതിൽ നമുക്കറിയാം VOC IOC cos phi C = 53.14 വാട്ട്സ്, അതായത് കോർ ലോസ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ നമുക്ക് cos phi SC കിട്ടും WOC / VOC IOC, ദാറ്റ് ഈസ് 53.14 / 115 × 0.63 = 0.7335 കിട്ടും. അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാം. cos inverse 0.7335 = 42.82 ഡിഗ്രി. Then sin phi OC = sin of 42.82 = 0.6797. Then working component of current IW = I0 cos phi 0 എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതനുസരിച്ച് 0.63 × 0.7335 = 0.4621 ആംപിയർ എന്ന് കിട്ടും. അതുപോലെ തന്നെ മാഗ്നറ്റൈസിംഗ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് IOC sin phi OC 0.63 × 0.6797 = 0.4282 ആംപിയർ എന്ന് കിട്ടും. R0 = VOC / IW = 115 / 0.4621 = 248.86 ഓംസ് എന്നും, X0 = VOC / IMU = 115 / 0.4282 = 268.57 ഓംസ് എന്നും കിട്ടും. SC ടെസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ R01, X01, Z01 ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റഫേർഡ് ടു സെക്കൻഡറി സൈഡാണ് നമ്മൾ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അതിനെ സെക്കൻഡറി സൈഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 0.5 ആണെന്നറിയാം. അപ്പോൾ R0 കണ്ടുപിടിക്കാൻ K² R01, ദാറ്റ് ഈസ് = 0.5² 0.7057 = 0.1764 ഓംസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ X02 = K² X01 = 0.5² × 3877 = 0.0969 ഓംസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ Z02 = K² Z01 = 0.5² × 0.8052 = 0.2013 ഓംസ് എന്നും കിട്ടും. ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുന്ന അതുപോലെ തന്നെയാണ്, അതിനകത്ത് എൻട്രീസ് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. R0, X0, R02, X02 എന്നുള്ള എഴുതണം. നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്യുക. E2 I0 നമുക്ക് കിട്ടിയത് 0.63 ആംപിയർ ആണ്. വർക്കിംഗ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് 0.4621 ആംപിയർ. മാഗ്നറ്റൈസിംഗ് കമ്പോണൻ്റ് 0.4282 ആംപിയർ. R0യുടെ വാല്യൂ 248.86 ഓംസ്, X0യുടെ വാല്യൂ 268.57 ഓംസ്. R02 കിട്ടിയത് 0.1764 ഓംസ്, X02 0.0969 ഓംസ്, Z02 0.2013. ഔട്ട്പുട്ട് V2 ആണെന്ന് നമുക്കറിയാം. ലോഡ് RL അല്ലെങ്കിൽ ZL എന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിൽ SC ആൻഡ് OC ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് റഫേർഡ് ടു പ്രൈമറിയും സെക്കൻഡറിയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ ശ്രദ്ധാപൂർവം കാൽക്കുലേഷൻസ് ചെയ്ത് ആ ഇക്വലൻ്റ് സർക്യൂട്ട് ഫോം ചെയ്യുന്നതിന് എല്ലാവരും
മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.